ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സെപ്റ്റംബർ 14 തീയതി വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരിടുകയാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചുള്ളതാണ്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അവരിൽ രണ്ടുപേര് ആ ദിവസം തന്നെ ജെറുസലേമിൽ നിന്നും 60 സ്ഥാദിയോളം അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അവർ പോകുന്ന സമയത്ത് ഇങ്ങനെ തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ നമ്മുടെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അതില് ശിഷ്യന്മാര് തമ്മില് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും അല്ലെ. എപ്പോഴും ഇവര് തമ്മില് ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത് ഒരേ ഒരു വിഷയത്തിന്റെ പേരിലാണ്. എന്താണ്? തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള പേരിലായിരുന്നു ഇവർ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, അവരിൽ രണ്ടുപേര് ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവര് തമ്മില് ഈശോയുടെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അതായത് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തില് ഒരു ചെറിയൊരു മാറ്റം വരികയാണ്. അതുവരെ തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവര് ഇന്ന് ഈശോയെ പറ്റി ചിന്തിക്കുകയാണ്, ദൈവത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ഈശോ അവരുടെ കൂടെ വരുന്നു. അവർക്ക് അവനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഈശോ അവരെ ശരിയായ അറിവിലേക്ക് നയിക്കുകയാണ്. ഈശോയെ കുറിച്ചുള്ള സംസാരം അതിനെ ഈശോ ഒന്ന് വഴിതിരിച്ച് അതിനെ നേർവഴിക്ക് നയിക്കുകയാണ്, ശരിയായിട്ടുള്ള അറിവിലേക്ക് നയിക്കുകയാണ്. നമ്മൾ ഒരു ഭാഗമായി ചെയ്യുമ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയാൽ ദൈവം ആ അറിവിനെ കൃത്യമാക്കി തരുമെന്നുള്ളതാണ്. ശരിയാക്കി അതിന്റെ തെറ്റുകളൊക്കെ മാറ്റി ശരിയായ അറിവിലേക്ക് നമ്മളെ നയിക്കുമെന്ന് ഈ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നെ കുറിച്ച് മറന്ന് ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും ദൈവത്തിൽ നിന്നുള്ള തിരുത്തുകൾക്ക് സ്വയം വിധേയരാക്കുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും